ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഫ്താറിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പെരി പെരി ചിക്കൻ ബോക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കാം. ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി പിന്നെ 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. റെസ്റ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഡയറക്റ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ മസാല നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തിന് പാനിലേക്ക് ഇത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഇതിലൊരു ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ക്യാബേജ് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റാണ്, ചെറുതാണെങ്കിൽ 2 മതി. പിന്നെ അടുത്തത് മയോണൈസും കൂടിയിട്ട് ഈ വെജിറ്റബിളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മയോണൈസ് ഇട്ട് കൊടുക്കുക. മയോണൈസിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ വെജിറ്റബിൾ മിക്സിങ് ആടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഇതിലൊരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് കനൽ നല്ലോണം കത്തിച്ചിട്ട് ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടില്ലേ നേരത്തെ, അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കനൽ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പുകയിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഇത് മസ്റ്റായിട്ടും ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക തരം ഫ്ലേവർ തരുന്നത് കേട്ടോ. അതിന് അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ദോശമാവെല്ലാം ചെയ്തെടുക്കുന്ന ആ ഒരു ബാറ്ററില്ലേ, അത് തന്നെയാണ് കേട്ടോ. അടുത്തത് ഒരു 1/2 കപ്പ് അളവിൽ ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആവശ്യാനുസരണം അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ലൂസ് ബാറ്ററാണ് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കുക കേട്ടോ. ഇപ്പം നല്ല ടൈറ്റാന്നുള്ളത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ലൂസാക്കിയിട്ടുള്ള ബാറ്ററാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തിട്ട് ലൂസാക്കിയിട്ടുള്ള ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഉണ്ടല്ലോ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ മിക്സിയിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ആ ടൈം ചേർത്താലും മതി കേട്ടോ. കളറ് ടേസ്റ്റിന് ബാധിക്കുന്ന കേസല്ല, പക്ഷെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല രസം ഉണ്ടാവേ. അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. നമ്മൾ മൈദയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ നല്ലോണം മിക്സാക്കി എടുക്കുക. അടുത്തത് നമ്മൾ നേരത്തെ വെജിറ്റബിൾസും മയോണൈസെല്ലാം മിക്സാക്കി വെച്ചിട്ടില്ലേനാ, അതിലേക്ക് ചിക്കന് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് അതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂണ്, റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂണ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. മയോണൈസ് കുറച്ച് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് അളവ് തന്നെയാണ്. പിന്നെ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ദോശ ബാറ്ററില്ലേ, അതിന് ദോശയാക്കി എടുക്കുക. നല്ലോണം കട്ടിയില്ലാണ്ട് കുറച്ച് നേർത്ത രീതിയിലായിട്ട് ദോശ ചുട്ടെടുക്കുക കേട്ടോ. ഒരു സൈഡ് കുക്കായി വന്നാൽ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ദോശൻ്റെ മേലിൽ ഓയിലോ ഒന്നും സ്പ്രെഡ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോഴത്തെ സൈഡ് കുറേ ടൈം ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. അടുത്ത ദോശയും അങ്ങനെ തന്നെ ചുട്ടെടുക്കുക.
ദോശ കട്ടിയില്ലാണ്ട് നേർത്ത രീതിയിലായിട്ട് തന്നെ ചുട്ടെടുക്കണേ, എന്നാലേ ഈ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ദോശൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 4 സൈഡിൽ നിന്നും ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മടക്കിയെടുക്കുക. അതങ്ങനെ ഒട്ടി നിന്നോളൂ കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഒരു സൈഡ് നല്ലോണം വേവിക്കണ്ട. കണ്ട, ഇതുപോലെ ബോക്സ് ടൈപ്പ് ആക്കി എടുക്കുക. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതാ നേരത്തെ ചുട്ടെടുത്തതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഒരു സൈഡ് നല്ലോണം കുക്കാക്കി എടുക്കുക. ഇപ്പുറത്തെ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തപ്പോൾ അവിടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഇതാ എല്ലാ ദോശയും ഞാനിതാ ബോക്സ് ടൈപ്പ് ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ബട്ടറിലാണ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ ആക്കിയാലും മതി. ബട്ടറാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാം. അങ്ങനെ ഇതാ എല്ലാ ദോശയും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട. കണ്ട, ഈ ഒരു കളറായി മാറി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും ആ ഒരു കളറായി മാറി വന്നു കഴിഞ്ഞാൽ അതങ്ങ് മാറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പെരി പെരി ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഇഫ്താറിന്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത് നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.